ഗുഡ് വിൽ ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ബികോമിൻ്റെയും BBAയുടെയും ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ എക്സാം ആയിരുന്നു ഇന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു വല്ല തിരക്കേടില്ലാത്ത ഒരു പേപ്പർ തന്നെയായിരുന്നു. 2 മാർക്ക് ക്വസ്റ്റനൊക്കെ വളരെ സിമ്പിളായിരുന്നു. QT എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ ലീനിയർ ആൻഡ് നോൺ ലീനിയർ റിഗ്രഷൻ ചോദിച്ചിട്ടുണ്ട്, കോറിലേഷനിലെ റിഗ്രഷൻ, അതുപോലെ കോഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിൻ സെറ്റ് തിയറി നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് എ കാർഡ് ഡ്രോൺ ഫ്രം എ പാക്ക് ഓഫ് 52 കാർഡ് ഈസ് കാർഡ് ഓഫ് കിങ് വരാനായിട്ടുള്ള ചാൻസ് ചോദിച്ചിട്ടുണ്ട് അല്ലേ. കിങ് വരാനുള്ള ചാൻസ് എല്ലാവർക്കും അറിയാം. എത്രയാണ് ഒരു പാക്കറ്റ് ഓഫ് കാർഡ്സിൽ എത്ര കിങ് ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഓരോ സെറ്റിലും ഓരോ കിങ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പോൾ 4/52. വാട്ട് ഈസ് എ മ്യൂച്വലി എക്സ്ക്ലൂസീവൻ? എന്താണ് മ്യൂച്വലി എക്സ്ക്ലൂസീവൻ? അതായത് അൻ ഈവൻ ഈസ് ഒക്വറൻസ് എന്താണ്? പ്രിവെൻഷൻ ഓഫ് ദ അതർ അല്ലേ. അതായത് ഏതെങ്കിലും ഒന്നിനെ പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് ഒന്ന് ഒക്വർ ചെയ്യുന്ന അത്തരം ഇവൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എക്സ്ക്ലൂസീവ് ഇവൻ്റ് എന്ന് പറയുക. ഇനി വാട്ട് ഈസ് കണ്ടീഷണൽ പ്രോബബിലിറ്റി ചോദിച്ചിട്ടുണ്ട്, ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് ചോദിച്ചിട്ടുണ്ട്, പിന്നെ നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് അവിടെ ഇനി 3 മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ. നമുക്ക് ഉണ്ടാക്കി എഴുതാവുന്ന മെറിറ്റ്സ് ഒക്കെ ഈസി ടു കാൽക്കുലേറ്റ്, ഇറ്റ് ഹാസ് എ റിജിഡ് ഫോർമുല എന്നൊക്കെ പറയുക. ലീനിയർ പ്രോഗ്രാമിംഗ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, പോയിസൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടീസ് തന്നെ എഴുതാവുന്നേ ഉള്ളൂ. അതുപോലെ ബൈനോമിയലിൻ്റെ പ്രോപ്പർട്ടീസ് ചോദിച്ചിട്ടുണ്ട്, ഇതെല്ലാം സിമ്പിളായിരുന്നു. അതുപോലെ പെർഫെക്റ്റ് കോറിലേഷൻ എന്താണെന്ന് ചോദിച്ചു, ഡിസിഷൻ മേക്കിംഗ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സെക്ഷൻ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏതൊരു കുട്ടിക്കും എനിക്ക് നമ്മുടെ വീഡിയോസൊക്കെ തിയറിയൊക്കെ കണ്ട കുട്ടികൾക്കാണെങ്കിൽ ഫുൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷൻ തന്നെയായിരുന്നു പാർട്ട് എ. നമുക്കിനി പാർട്ട് ബി നോക്കാം. 5 മാർക്കിലാണെങ്കിൽ എക്സ്പ്ലെയിൻ ദ അണ്ടർലൈങ് അസംഷൻസ് ഓഫ് കാൾ പിയേഴ്സൺസ് കോഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ അല്ലേ. കാൾ പിയേഴ്സിൻ്റെ അസംഷൻസ് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ എഴുതി നമുക്ക് എഴുതാവുന്നേ ഉള്ളൂ. അതുപോലെ QTയുടെ ആപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അവിടെ 2 മാർക്കിൻ്റെ ചോദിച്ചിട്ടുണ്ട്, 5 മാർക്ക് ക്വസ്റ്റ്യനിലും വന്നിട്ടുണ്ട്, 10ലും വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വെൻ ഡയഗ്രം വരയ്ക്കാൻ A യൂണിയൻ ബിയും അതുപോലെ A ഇൻ്റർസെക്ഷൻ ബിയും A കോംപ്ലിമെൻറ്റ് വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ്റെ ഡിഫറൻസ് ഷുവറായിട്ട് നല്ല പഠിക്കാൻ പറഞ്ഞാണ്, 5 മാർക്കിന് വരാം എന്ന് പറഞ്ഞാണ്, അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് പ്രോബബിലിറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബൈനോമിയലിൻ്റെ വീണ്ടും കണ്ടീഷൻസ് 2 മാർക്കിനും ചോദിച്ചു, 5 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. ടൈപ്സ് ഓഫ് ഡിസിഷൻ, അതായത് ഡിസിഷൻ അണ്ടർ അൺസർട്ടനിറ്റി, അതുപോലെ സെർട്ടനിറ്റി, റിസ്ക്, ഈ 3 ഡിസിഷൻ വരുന്നത് സുഖമായിട്ട് നമുക്ക് സ്കോർ ചെയ്യാം. അതുപോലെ നമ്മുടെ കാൾ പിയേഴ്സിൻ്റെ ഒന്നും ചെയ്യാനില്ല മക്കളെ, എല്ലാം ഡയറക്റ്റ്ലി തന്നേക്ക്, വെറുതെ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. n സിഗ്മ XY മൈനസ് സിഗ്മ X ഇൻറ്റു സിഗ്മ Y ഡിവൈഡ് ബൈ സിമ്പിൾ ഡയറക്റ്റ് മെത്തേഡാണ്. ആർക്ക് വേണമെങ്കിൽ 5 മാർക്ക് വാങ്ങാം. ഇനി 10 മാർക്കിൻ്റെ എസ്സിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 24th ചിലപ്പോൾ ഫിറ്റിംഗ് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാം, നിങ്ങളത് എഴുതണ്ട. അടുത്തത് ലീനിയർ പ്രോഗ്രാമിംഗ് നമുക്ക് ഗ്രാഫിക്കലി ചെയ്യാം, അത് എളുപ്പമായിട്ടുള്ള ക്വസ്റ്റൻ ആണ്, ചെയ്യാൻ അറിയുന്നവർ ചെയ്യുക. ഇനിയിപ്പോൾ അതും ചെയ്യാൻ അറിയാത്തവരാണെങ്കിലോ നമുക്ക് സിമ്പിൾ അടുത്ത 2 ക്വസ്റ്റ്യൻസ് ചെയ്യാം. നോക്കി, കാൾ പിയേഴ്സിൻ്റെ കോറിലേഷൻ നേരത്തെ പറഞ്ഞ അതേ ഇക്വേഷൻ തന്നെ നമുക്കറിയാലോ. കാൾ പിയേഴ്സിൻ്റെ കോറിലേഷൻ ആണെങ്കിൽ എല്ലാവർക്കും n സിഗ്മ XY, എക്സും വൈയും കൊടുക്കുക, XY കാണാം, X² കാണാം, Y² കാണാം, ടോട്ടൽ എടുക്കുക, സിമ്പിളായിട്ട് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുക. അടുത്ത തിയറി നോക്കി, എന്ത് സിമ്പിളാണ്, QTയുടെ ആപ്ലിക്കേഷൻസ് ചോദിച്ചേക്കണേ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു QT പേപ്പർ ആയിരുന്നു ഈ വർഷത്തെ. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്ന 4th സെമസ്റ്ററിൻ്റെ എക്സാമിൻ്റെ എല്ലാ പേപ്പേഴ്സും താരതമ്യേന വലിയ കുഴപ്പമില്ലാത്ത പേപ്പറുകൾ തന്നെയായിരുന്നു. ഒരുവിധം എല്ലാവർക്കും സ്കോർ ചെയ്യാനും പാസ്സാവാനും പറ്റുന്ന ഒരു എക്സാംസ് ആയിരുന്നു ഇപ്പോൾ 4th സെമസ്റ്ററിൽ കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഗ്യാപ്പ് ഇല്ലെങ്കിലും എനിക്ക് തോന്നുന്നു വലിയ കമ്പാരിറ്റീവ്ലി നല്ല പേപ്പേഴ്സ് ആയിരുന്നു, ആവറേജ് പേപ്പേഴ്സ് തന്നെയായിരുന്നു എല്ലാ സബ്ജക്റ്റിൻ്റെയും. അപ്പോൾ അവിടെ 4th കഴിഞ്ഞു, അപ്പോൾ 5th നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ 5th ഓൾറെഡി നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇൻകം ടാക്സ് ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആയിക്കോട്ടെ, ഈ 3 പേപ്പറിൻ്റെയും നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു.